ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വേർപ്പിക്കൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ക്രോപ്പ് ടോപ്പ് വെട്ടിയ വീഡിയോ ആയിട്ടില്ലേ, അതിൻ്റെ കുറച്ച് ബാക്കി തുണി ഞാൻ മടക്കി വെക്കുന്നത് കണ്ടില്ലായിരുന്നു നിങ്ങൾ, ഇങ്ങനെ സ്പീഡായിട്ട്. അപ്പോൾ ആ തുണി യൂസ് ചെയ്ത് ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാം എന്ന് വിചാരിച്ചു. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, 3 hours റീയൂസ് റീസൈക്കിൾ സംതിങ് എന്തോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം അത് ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിന്ന് ഇത് റീസൈക്കിൾ ചെയ്യാൻ പോവാം. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ക്രോപ്പ് ടോപ്പ് വെട്ടുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി യൂസ് ചെയ്യാം. ഇല്ല എങ്കിൽ പുതിയതല്ല പഴയത് വീട്ടിൽ നിങ്ങൾ യൂസ് ചെയ്ത് വേണ്ടാതെ കളഞ്ഞ് ഏതെങ്കിലും ഒരു ടോപ്പ് എടുത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്, പഴയതേ എടുക്കാവുള്ളൂ. പുതിയതെങ്ങും പൊക്കി എടുത്ത് അമ്മമാർ അതല്ലും കൊള്ളരുത്, എൻ്റെ പേരും പറയുന്നത് ഞാൻ ഉത്തരവാദിയല്ല. ഓക്കെ, അപ്പോൾ വീഡിയോ കേട്ടോ. എന്താ ഇത്രയേ സാരം വരും നമുക്ക്. പിന്നെ ഒരു സൂചി നൂലും നമുക്ക് വീട്ടിൽ തയ്യൽ മെഷീൻ ഇല്ലാത്തവർ സൂചി നൂല് യൂസ് ചെയ്യുക, അല്ലാത്തവർ തയ്യൽ മെഷീൻ തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പം എനിക്ക് തയ്യൽ മെഷീൻ ഉള്ളതുകൊണ്ട് ഞാൻ സൂചി നൂലും കാണിക്കുന്നില്ല. നമ്മുടെ ഇത് നേരെ ഇട്ടിട്ട് ഇതിൻ്റെ ഇനി 2 വലിയ പീസ് നമുക്ക് വെട്ടിയെടുക്കാം. ഇനി നമുക്കിത് തയ്ച്ചിട്ട് വരാം. തയ്ക്കാൻ ശരി അങ്ങ് പോവുക. എങ്ങനെ തയ്ക്കേണ്ടതെന്നൊന്നും ആർക്കും അറിയണ്ടേ. ഒരു സൈഡ് ഓപ്പൺ ചെയ്ത് ഇട്ടിട്ട് വേണം നമ്മൾ ബാക്കി സൈഡ് തയ്ക്കാൻ. അതെന്തിനാന്ന് വെച്ചാൽ ഇത് നമുക്ക് തിരിച്ചിടാനും വേണ്ടി. അപ്പം ഞാൻ തയ്ച്ചു. ഇനി നമുക്ക് ചെറിയ സെറ്റിക്കുന്ന തിരിച്ചിടാൻ. ഈ ഒരു തയ്ച്ച എങ്കിൽ നമ്മൾ കുത്തി